ഗ്രീഷ്മ കുറ്റക്കാരി, ഷാരോണിന് നീതി. ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. തെളിവുകളുടെ അഭാവത്തിൽ രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാറിനും കുറ്റക്കാരനെന്ന് കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ഗ്രീഷ്മയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ചു. ചന്തു ചന്ദ്രശേഖർ അവിടെ വിവരങ്ങളുമായി ചേരുന്നു. ചന്തു, സുപ്രധാനമായ വിധിയാണ് പ്രമാദമായ കേസിലുണ്ടായിട്ടുള്ളത്. കേരളം മുഴുവൻ അങ്ങേയറ്റം ആകുലതയോടെ കണ്ടറിഞ്ഞ വാർത്തകളായിരുന്നു ഈ ഷാരോണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്ക്, കൊടും ക്രൂരത ചെയ്ത ഗ്രീഷ്മയ്ക്ക് കുറ്റക്കാരിയാണ് എന്ന കാര്യം കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു. നാളെ ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ചോ? അവിടെ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? സനീഷ്, അല്പസമയം മുൻപാണ് ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് പോലീസ് എത്തിച്ചത്. കോടതിയിൽ നിന്നും നേരെ ഗ്രീഷ്മയെ ഫോർട്ട് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടിയിട്ടായിരുന്നു. നടപടികളുടെ ഭാഗമായി വൈദ്യപരിശോധന റിപ്പോർട്ട് സഹിതമാണ് ജയിലിലേക്ക് പ്രതിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫോർട്ട് ആശുപത്രിയിലെത്തി അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. വളരെ കുറച്ച് സമയം മാത്രമാണ് ഫോർട്ട് ആശുപത്രിയിൽ പ്രതിയുമായി പോലീസ് ചെലവഴിച്ചത്. ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ ഗ്രീഷ്മ വനിതാ ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നാളെ ഇവിടെ നിന്നും വീണ്ടും വിധി കേൾക്കുന്നതിനായി ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് പോലീസ് എത്തിക്കൊണ്ടുപോകും. പാറശാല പോലീസിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘമാണ് ഗ്രീഷ്മയെ അല്പസമയം മുൻപ് അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ചത്. നേരത്തെയും വിചാരണ തടവുകാരിയായി ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയത്. എന്തായാലും ഗ്രീഷ്മ ഇപ്പോൾ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നു. കാരണം സാക്ഷികളുടെ അഭാവമൊക്കെ ഉണ്ടായിരുന്ന കേസാണ്. പ്രണയവുമായി ബന്ധപ്പെട്ട കേസ്. അതിൽ ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ നടത്തി ഷാരോണിനെ അതിവിദഗ്ധമായി തന്നെ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് വിഷത്തിന്റെ കാഠിന്യവും അതിന്റെ അളവും ആ പോയിസൺ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന സഹിതം ആസൂത്രിതമായി തന്നെ കൊലപാതകം നടത്തുന്നത് അത് കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. നാളെ അതിന്റെ അന്തിമ വിധി കോടതി പ്രഖ്യാപിക്കും. ആ വിധി കേൾക്കുന്നത് നാളെയാണ് സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടാവുക. ഞാൻ തിരിച്ചു വരാം ചന്തു താങ്കളിലേക്ക്.